സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിനെ പുറത്താക്കാൻ ബി.ജെ.പി. 50 കോൺഗ്രസ് എം.എൽ.എമാർക്ക് 50 കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തുവെന്നാണ് സിദ്ധരാമയ്യയുടെ ആരോപണം. നരസിപുര നിയോജക മണ്ഡലത്തിൽ 470 കോടി രൂപയുടെ പൊതുമരാമത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. കോൺഗ്രസ് എം.എൽ.എമാരെ വിലക്കെടുക്കാനുള്ള പദ്ധതി വിജയിക്കാത്തതിനാലാണ് തനിക്കും സർക്കാരിനുമെതിരെ ബി.ജെ.പി. തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ഇത്തവണ ബി.ജെ.പി. എന്റെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചു. ഓരോ എം.എൽ.എക്കും 50 കോടിയാണ് ബി.ജെ.പി. വാഗ്ദാനം ചെയ്തത്. 50 എം.എൽ.എമാർക്ക് 50 കോടി എന്നാണ് സിദ്ധരാമയ്യ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. ഈ പണം എവിടെ നിന്ന് വരുന്നു എന്നും യെദ്യൂരപ്പയും ബസവരാജ ബൊമ്മയും നോട്ടുകൾ അച്ചടിക്കുകയാണോ എന്നും സിദ്ധരാമയ്യ ചോദിച്ചു. ഇത് അഴിമതി പണമാണ് എന്നും ബി.ജെ.പി. നേതാക്കളുടെ പക്കൽ കോടികളുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ തങ്ങളുടെ എം.എൽ.എമാർ മോഹന വാഗ്ദാനങ്ങളിൽ വീണില്ല എന്നും അതുകൊണ്ടാണ് തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നും സിദ്ധരാമയ്യ തുറന്നടിച്ചു. കോൺഗ്രസ് നേതാക്കൾക്ക് ഇത്രയും പണം വാഗ്ദാനം ചെയ്യാൻ പണം അച്ചടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് ആർ അശോകൻ, ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് ബി.വൈ. വിജയേന്ദ്ര എന്നിവരോടായി സിദ്ധരാമയ്യ ചോദിച്ചു. ബി.ജെ.പിയും ജെ.ഡി.എസും നടത്തുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ജനങ്ങൾ വിശ്വസിക്കില്ല എന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ഗ്യാരണ്ടി പദ്ധതികൾക്കായി 55,000 കോടി ചിലവഴിച്ചിട്ടും സംസ്ഥാനത്തിന് മറ്റു വികസന പ്രവർത്തനങ്ങൾക്കായി 65,000 കോടി രൂപ ബാക്കിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നർസീപൂരിൽ മാത്രം 470 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് കുറച്ചു ദിവസങ്ങളിലായി ആരോപണ പ്രത്യാരോപണങ്ങളുമായി കടുത്ത പോരാട്ടത്തിലാണ് ബി.ജെ.പിയും കോൺഗ്രസും. സർക്കാർ ടെൻഡറുകളിൽ മുസ്ലിങ്ങൾക്ക് 4% സംവരണം നൽകി പ്രീണന രാഷ്ട്രീയം നടത്തുന്നു എന്നാരോപിച്ച് സർക്കാരിനെതിരെ ബി.ജെ.പി. രംഗത്തെത്തിയിരുന്നു. മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമി വിഹിതം, വഖഫ് ഭൂമി കയ്യേറ്റം, സംസ്ഥാനത്തെ മദ്യ കച്ചവടക്കാരിൽ നിന്ന് കൈക്കൂലി വാങ്ങൽ എന്നിവയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ അഴിമതി നടത്തിയെന്നും ബി.ജെ.പി. ആരോപിച്ചിരുന്നു. അതേസമയം ബി.ജെ.പിയുടെ ഭരണകാലത്ത് COVID-19 ഫണ്ടുകളുടെ ദുരുപയോഗവും ധൂർത്തുകളും നടന്നിട്ടുണ്ട് എന്നും അത് അന്വേഷിക്കുമെന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. അതേസമയം മാസങ്ങൾക്ക് മുൻപ് മുഡ ഭൂമി കുംഭകോണത്തിൽ സിദ്ധരാമയ്യക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരുന്നു. ലോകായുക്ത നേരത്തെ സിദ്ധരാമയ്യക്കെതിരെ കേസെടുക്കുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇഡിയും അദ്ദേഹത്തിന് കുരുക്കിട്ടത്. കേസിലെ മറ്റു പ്രതികളായ സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്കും സഹോദരനുമെതിരെ ഇഡി കേസെടുത്തിട്ടുണ്ട്. ബംഗളൂരുവിലെ പ്രത്യേക കോടതി നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ ലോകായുക്തയോട് ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ ഗവർണറാണ് മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയത്. ഇതിനെതിരെ സിദ്ധരാമയ്യ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും തിരിച്ചടി നേരിടുകയായിരുന്നു. ദേവരാജുവിൽ നിന്ന് മല്ലികാർജുന സ്വാമി ഭൂമി വാങ്ങി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് സമ്മാനമായി നൽകിയെന്നാണ് കേസിൽ പറയുന്നത്. ഈ ഇടപാടിൽ വ്യാപക അഴിമതി നടന്നുവെന്ന് ആരോപണമുണ്ടായിരുന്നു. 14 ഇടങ്ങളിലായുള്ള ഭൂമി അനുവദിച്ചതിൽ ക്രമക്കേടുകളുണ്ടെന്നായിരുന്നു ആരോപണം.